ആദ്യ പകുതിയിൽ നെയ്മർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ബ്രസീലിയൻ ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇഫ് ബട്ട് അതൊന്നും ഇനി പറഞ്ഞു നിന്നിട്ട് കാര്യമില്ലല്ലോ. ബ്രസീൽ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി. അതും നാണം കെട്ട് പരിതാപകരമായൊരു പെർഫോമൻസ് നടത്തി നോർവേ പോലൊരു ടീമിനോട് ഒരു തരത്തിലും ഇൻറ്റൻസിറ്റി ഇല്ലാതെ കളിച്ച് നാണം കെട്ടാണ് പുറത്തായിരിക്കുന്നത്. ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റാൻ ആദ്യ പകുതിയിൽ ബ്രൂണോ ഗുയിമാറസിനെ കൊണ്ടായില്ല. പിന്നെ അവസാനം ഒരു ആശ്വാസം എന്ന പോലെ നെയ്മർ ഒരു പെനാൽറ്റി ഗോളാക്കി മാറ്റി എന്ന് മാത്രം. ഹാലൻഡിൻ്റെ ഇരട്ട ഗോളുകൾ ബ്രസീലിനെ നാട്ടിലേക്ക് അപ്പോഴേക്കും മടക്കി വിട്ട് കഴിഞ്ഞിരുന്നു. ഇതിൽ ആരാധകർക്ക് സങ്കടം നെയ്മർ ജൂനിയറുടെ കാര്യത്തിലാണ്. ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കളിക്കാരൻ ഒന്നുമല്ലാതെയായിട്ടും മടങ്ങി പോവുകയാണ്. വേൾഡ് കപ്പിൽ ഒന്നും നേടാൻ പറ്റിയിട്ടില്ല. നെയ്മർ കരഞ്ഞ് കലങ്ങി സങ്കടക്കടലായിട്ടാണ് സ്റ്റേഡിയം വിടുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇറ്റ്സ് ഓവർ, കഴിഞ്ഞു, ഞാൻ പരിശ്രമിച്ചു, പക്ഷേ നടന്നില്ല. ഇവിടെയാണ് തുടങ്ങിയത്, ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുന്നു എന്ന്. അതെ, നെയ്മർ വിരമിക്കലിൻ്റെ ഭാഷയിലാണ് സംസാരിച്ചിരിക്കുന്നത്. മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് 2010 നെയ്മർ ബ്രസീലിനായിട്ട് അരങ്ങേറിയത്. അന്ന് US-നെതിരെ അദ്ദേഹം ഗോളും അടിച്ചു. ഏറ്റവും ഒടുവിൽ അതേ US-ൽ വെച്ച്, ആ സ്റ്റേഡിയത്തിൽ വെച്ച് അദ്ദേഹം തൻ്റെ അവസാന അന്താരാഷ്ട്ര മത്സരവും കളിച്ചു എന്ന സൂചന നൽകുമ്പോൾ അവിടെയും അദ്ദേഹം ഗോളടിച്ചു. പക്ഷേ പരാജിതനായിട്ട് തലകുനിച്ചാണ് മടങ്ങുന്നത്. ചരിത്രത്തിലേക്ക് പന്തടിച്ച് ഗോളടിച്ച് കയറ്റിയിട്ടാണ് ഈ മടക്കം. പെലെ മാത്രമാണ് ഇതിനു മുമ്പ് 4 വേൾഡ് കപ്പുകളിൽ ബ്രസീലിനായിട്ട് ഗോളടിച്ചത്. നെയ്മറും അതുപോലെ 4 വേൾഡ് കപ്പുകളിൽ ഗോളടിച്ചിരിക്കുന്നു. പെലെയെ നേരത്തെ മറികടന്നതാണ് ബ്രസീലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളടിച്ച താരമെന്ന റെക്കോർഡിലേക്ക്. അങ്ങനെ ചരിത്രത്തിൽ 80 ഗോളുകളുമായിട്ട് ബ്രസീലിനായിട്ട് ഏറ്റവും കൂടുതൽ ഗോളടിച്ച താരം, 59 അസിസ്റ്റുകളുമായിട്ട് ബ്രസീലിന് വേണ്ടി ഏറ്റവും അധികം അസിസ്റ്റുകൾ കൊടുത്ത താരം, 139 ഗോൾ കോൺട്രിബ്യൂഷൻസുമായിട്ട് ബ്രസീലിന് വേണ്ടി ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് നേടിയ താരം, അതുപോലെ തന്നെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ ബ്രസീലിനായിട്ട് ഏറ്റവും അധികം ഗോളടിച്ച താരം എന്ന 16 ഗോളുകളുടെ റെക്കോർഡ്. അങ്ങനെ ബ്രസീലിയൻ ഫുട്ബോൾ ചരിത്രത്തിൽ തൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ട് നെയ്മർ ജൂനിയർ മടങ്ങുന്നു. ഒന്നും പ്രത്യേകിച്ച് നേടിയിട്ടില്ലാതെ. ആകെയുള്ളത് നിർത്തിപ്പോയ കോൺഫെഡറേഷൻ കപ്പിലെ കിരീടവും പിന്നെ സീനിയർ ഫുട്ബോളായിട്ട് കണക്കിലെടുക്കാത്ത ഒളിമ്പിക് ഗോൾഡ് മെഡലും മാത്രമാണ്.